ഹായ് എവരിവൺ. അപ്പോ അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഞാൻ പറഞ്ഞിരുന്നു സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മളൊരു ചാപ്റ്റർ നോക്കിയിട്ടില്ല, അതിന്റെ സമ്മറി ഞാൻ പിന്നീട് പറഞ്ഞിരുന്നു. ആ ചാപ്റ്ററാണ് ആലിസ് മൊൺറോ എഴുതിയിട്ടുള്ള ക്വീനി എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ക്വീനി. അപ്പോ ആലിസ് മൊൺറോനെ പറ്റി പറയുകയാണെങ്കിൽ അവര് പിന്നെ സംടൈംസ് അല്ലെങ്കിൽ ഓഫൻ ഷീ ഡിസ്ക്രൈബ്ഡ് ആസ് ദ മാസ്റ്റർ ഓഫ് കണ്ടംപററി ഷോർട്ട് സ്റ്റോറി. കണ്ടംപററി ഷോർട്ട് സ്റ്റോറിയുടെ മാസ്റ്റർ ആയിട്ട് ചില സമയം അവരെ കാണാറുണ്ട്. അവർ ജനിച്ചത് 1931 പിന്നെ കാനഡയിലെ ഒൻറ്റാറിയോയിലാണ്. അപ്പോ അത് ഈ ക്യൂനി എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറിയിലേക്ക് നോക്കുമ്പോൾ ഈ സ്റ്റോറി എന്ന് പറയുന്നത് ക്രിസി എന്ന് പറയുന്ന ഒരു ഓൾഡർ വുമൺ, ഒരു കുറച്ച് പ്രായമായിട്ടുള്ള സ്ത്രീ, അവരുടെ കഴിഞ്ഞ കാലങ്ങൾ ഓർത്തെടുക്കുന്നതാണ് കഥ. അതായത് അവരുടെ യുവത്വ കാലങ്ങളിൽ ഉണ്ടായിരുന്ന അവരുടെ സ്റ്റെപ്പ് സിസ്റ്റർ ഉണ്ട്, ക്വീനി എന്ന് വിളിക്കും. അതായത് ലെന എന്നാണ് പേര്, ക്വീനി എന്നാണ് അവർ വിളിച്ചിരുന്നത്. സ്റ്റെപ്പ് സിസ്റ്റർ എന്ന് പറയുമ്പോൾ അറിയാലോ, അതായത് പിന്നെ ഒന്നുകിൽ അമ്മ എന്നായിരിക്കും അച്ഛൻ വേറെ ഇരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ അച്ഛൻ എന്നായിരിക്കും അമ്മ വേറെ ഇരിക്കും. ഇങ്ങനെ നമ്മൾ ഉപ്പത്തെ സഹോദരി ഉമ്മത്തെ സഹോദരി എന്നൊക്കെ പറയില്ലേ, അതാണ് സ്റ്റെപ്പ് സിസ്റ്റർ എന്ന് പറയുമ്പോൾ. അപ്പോ അവരുടെ ക്രിസി അവരുടെ സ്റ്റെപ്പ് സിസ്റ്റർ ആയിട്ടുള്ള ക്യൂനിയുമായിട്ടുള്ള റിലേഷൻസ് ഒക്കെ, അല്ലെങ്കിൽ അവരുടെ സ്റ്റോറീസ് ഒക്കെ ഓർത്തെടുക്കുന്നതാണ് ഈ കഥയുടെ പ്ലോട്ട് സ്ട്രക്ചർ എന്നൊക്കെ പറയുന്നത്. ഇതിനൊരു നോൺ ലീനിയർ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അതായത് ഒരു കഥ ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ ഓരോ സംഭവങ്ങൾ, ഇത് കഴിഞ്ഞിട്ട് അടുത്തത്, അത് കഴിഞ്ഞ അടുത്ത്, അങ്ങനെ നാരേറ്റ് ചെയ്ത് പോവാണ്ട് ആദ്യം ഒരു സ്ഥലത്തെ കഥ പറയുന്നു, പിന്നെ കുറച്ചു കാലം കഴിഞ്ഞിട്ടുള്ള പറയുന്നു, പിന്നെ അതിന്റെ തൊട്ട് മുമ്പുള്ള പറയുന്നു, അങ്ങനെ അങ്ങനെ ഡിസോർഡർ ആക്കി പറയുന്നതാണ് നോൺ ലീനിയർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഉം. അപ്പൊ കഥ തുടങ്ങുന്നത് എങ്ങനെ വെച്ചാല് പിന്നെ ക്രിസിന്റെ അഡ്മിറേഷൻ, ക്വീനിനോടുള്ള അഡ്മിറേഷൻ കാണിച്ചിട്ടാണ്. അതായത് ക്വീനി ഭയങ്കര പോപ്പുലർ ആയിരുന്നു, ഭയങ്കര സുന്ദരി ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. അപ്പൊ അവരോടുള്ള അഡ്മിറേഷൻ, ക്രിസിക്ക് എത്രത്തോളം ക്വീനിയെ അഡ്മയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ക്രിസി ക്വീനിന്റെ ഓരോ കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുന്നതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ക്രിസി ക്വീനിനെ എത്രത്തോളം അഡ്മയർ ചെയ്യുന്നുണ്ട്, എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെ. പക്ഷേ എന്ത് സംഭവിക്കുന്നു വെച്ചാല് ക്വീൻ ഈ പഠിത്തത്തിൽ ബാക്കൗട്ട് ആയിരുന്നു. അക്കാഡമിക്കലി ഷീ വാസ് വെരി ഡിക്ലൈൻ. അങ്ങനെ അപ്പോ അവര് ഒരു വീട്ടില് ഹൗസ് മെയ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ അവിടെയുള്ള ഒരാളുടെ മെയ്ഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ ആ സ്ത്രീ മരിച്ചു പോകും. അതിനുശേഷം മരണപ്പെട്ടതിന്റെ ശേഷം ക്വീനി എന്ത് ചെയ്യുന്നു വെച്ചാൽ ഷീ എലോപ്സ് പിന്നെ വിത്ത് ആൻ ഓൾഡർ റീസെന്റ് വിതൗട്ട് മ്യൂസിക് ടീച്ചർ. അതായത് അവൾ നിന്ന വീട്ടിലെ സ്ത്രീ മരിച്ചു പോയല്ലോ, അവിടുത്തെ ആ സ്ത്രീന്റെ ഭർത്താവുമായിട്ട് ക്വീനി ഇലോപ്പ് ചെയ്യാണ്, ഒളിച്ചോടി പോവാണ്. അത് എത്രാമത്തെ വയസ്സിലെന്ന് വെച്ചാൽ 18ാമത്തെ വയസ്സിൽ. 18ാമത്തെ വയസ്സിൽ അവളെക്കാളും എത്രയോ വയസ്സ് പ്രായമുള്ള ഒരാളോട് അദ്ദേഹം ഒളിച്ചോടി പോവാണ്, ക്വീൻ ഒളിച്ചോടി പോവാണ്. ഒളിച്ചോടി പോകുന്ന ആളുടെ പേര് സ്റ്റാൻ എന്നാണ്. സ്റ്റാൻ അയാളൊരു മ്യൂസിക് ടീച്ചർ ആണ്. സ്റ്റാൻ വോഗില എന്നാണ് ആളുടെ പേര്. അപ്പോ അവൾ എന്തിനാണ് ഒളിച്ചോടി പോകുന്നത് വെച്ചാല് അവളുടെ ആ ചെറിയ ടൗൺ, അവൾ ജീവിക്കുന്ന ആ ചെറിയ ടൗണിൽ നിന്നും രക്ഷപ്പെടാനും, പിന്നെ അവളെ പറ്റിയിട്ട് എല്ലാവർക്കും ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻ ഒക്കെ ആയിരുന്നു. ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരുന്നു അവൾ ഒളിച്ചോടിയത്. അപ്പോ ഈ സംഭവം അവളുടെ ഫാമിലി അറിഞ്ഞതോടുകൂടി അവൾ ഡിസോൺ ചെയ്യുകയും, ഭയങ്കര എല്ലാരും ഭയങ്കര ഡിസപ്രൂവല്, അവളെ ഭയങ്കര ഡിസപ്രൂവ് ചെയ്ത് ഭയങ്കര ഷോക്കിലായിട്ട് അവളെ ഡിസോൺ ചെയ്യാണ്. പിന്നെ വർഷങ്ങൾക്ക് ശേഷം, ഈ സംഭവം കഴിഞ്ഞിട്ട് വർഷങ്ങൾക്ക് ശേഷം ക്രിസി ക്വീനിനെ വിസിറ്റ് ചെയ്യും. ക്വീനിനെ സ്റ്റാനെ വിസിറ്റ് ചെയ്യും ടൊറന്റോയിൽ, കാനഡയിലെ ടൊറന്റോയിൽ പോയിട്ട് അവരെ വിസിറ്റ് ചെയ്യും, അവരെ അപ്പോൾ ജീവിക്കുന്ന സ്ഥലം. അപ്പോ ഇതാണ് ഒരു ഒരു കോർ എന്താ പറയാ നറേറ്റീവ് സ്റ്റോറിയിലുള്ള ഒരു കോർ ആയിട്ടുള്ള സംഭവം ഇതാണ്. അപ്പോ അവിടെ ക്വീനിന്റെ അടുത്ത് ക്രിസി ചെല്ലുമ്പോഴാണ് ക്വീൻ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ക്രിസിക്ക് മനസ്സിലാവുക. അതായത് ക്വീനി ഭയങ്കര അൺഹാപ്പി ആയിരിക്കും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ സ്റ്റാൻ ഭയങ്കര എന്താണ് ടോക്സിക് ആണ്, കൺട്രോളിങ് ആണ്. അതിലൊരു സംഭവം പറയുന്നുണ്ട്, അതായത് സ്റ്റാന് ഈ മ്യൂസിക് ടീച്ചർ ക്വീൻ വിളിച്ചോടി പോയ മ്യൂസിക് ടീച്ചർ എത്രത്തോളം എന്താ പറയാ മാനിപ്പുലേറ്റീവ് ആണ് എന്ന് കാണിക്കുന്ന, അല്ലെങ്കിൽ എത്രത്തോളം അബ്യൂസീവ് ആണ്,
എന്ന് കാണിക്കുന്ന ഒരു സംഭവം പറയുന്നുണ്ട്, ഒരു കേക്ക് ഇൻസിഡന്റ്. അതായത് പിന്നെ ക്വീനി സ്റ്റാറിന് വേണ്ടിയിട്ട് ഒരു ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കിയിരുന്നു. ഉം. അപ്പോ ഒരു ക്രിസ്മസ് പാർട്ടി ഒക്കെ കഴിഞ്ഞിട്ട് രാവിലെ സ്റ്റാൻ ക്വീനിന്റെ അടുത്ത് ബാക്കി വന്ന ലെഫ്റ്റ് ഓവർ കേക്ക് ഉണ്ടോന്ന് ചോദിക്കും. അപ്പോ അത് ഉണ്ടായിരുന്നു, ഒരു പീസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് അവള് തിരയുമ്പോ കാണൂല. കാരണം അത് അവള് വേറെ എവിടെയോ മിസ്പ്ലേസ് ചെയ്തിട്ടുണ്ടാവും, വേറെ ഏതോ സ്ഥലത്ത് വെച്ചിട്ട് മറന്നുപോയതാണ്. അപ്പോ പിന്നെ സ്റ്റാൻ അക്യൂസ് ചെയ്യും. അവരുടെ അടുത്ത് തന്നെ ഒരു ഡെന്റൽ സ്റ്റുഡന്റ് ഉണ്ട്, ആൻഡ്രൂവിന് കൊടുത്തതാണ്, അവളുമായിട്ട് ഇവർക്ക് റിലേഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ അക്യൂസ് ചെയ്യും. അതായത് ഈ ക്വീനി അവൾക്ക് കൊടുത്തതാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അക്യൂസ് ചെയ്യും. അപ്പോ അങ്ങനെ രക്ഷയില്ലാണ്ട് ക്വീനിക്ക് സമ്മതിക്കേണ്ടി വരികയാണ്. ക്വീനി കൊടുത്തിട്ടില്ല, ജസ്റ്റ് മിസ്പ്ലേസ് ചെയ്ത് വെച്ച സ്ഥലം മറന്നുപോയി. അപ്പോ ക്വീനി കൊടുത്തില്ല, സ്റ്റിൽ അവൾക്ക് സമ്മതിക്കേണ്ടി വരികയാണ്, ആൻഡ്രൂവിന് ഇത് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു സോറി ഒക്കെ പറയാം. അപ്പൊ ദിവസങ്ങൾക്ക് ശേഷം പിന്നെ ഇവളിത് കണ്ടെത്തുക, മിസ്പ്ലേസ് ചെയ്ത് വെച്ചതാണെന്ന് നമുക്ക് മനസ്സിലാവാണ്, വേറെ സ്ഥലത്ത് നിന്ന് കേക്ക് കിട്ടും. സ്റ്റിൽ ഓൾ ആ കേക്ക് കളയാന്നല്ലാണ്ട് എന്ത് ചെയ്യൂല, ഇത് തിരുത്താൻ പോവില്ല. കാരണം അത്രയും പെയിൻഫുൾ ആയൊരു ഇവന്റ് ആയിരുന്നു ഓളെ സംബന്ധിച്ച് ഇത് എന്ന് പറയുന്നത്. അപ്പൊ ഈ പെയിൻഫുൾ ആയ ഒരു ഇവന്റ് വീണ്ടും എന്താക്കണ്ട, ആവർത്തിക്കണ്ട, ഇതിനെ പറ്റി ഇനി ഒരു ചർച്ച വരണ്ട എന്ന് കരുതിയിട്ട് എന്താകും, ക്വീനി ഈ സംഗതി അവിടെ പറ്റെ ഒഴിവാക്കി കളയാണ്. അപ്പൊ അത്രയും എന്താ പറയാ, അബ്യൂസീവ് ആയിട്ടുള്ള ഒരു റിലേഷനിലൂടെ ആയിരിക്കും കീനി ആ സമയത്ത് എന്താക്കുക പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്രിസി വളരെ വേദനയോട് കൂടി നോക്കിക്കാണാണ്. അങ്ങനെ കാലങ്ങൾ കഴിച്ചതിന് ശേഷം കുറച്ചുകൂടി കാലങ്ങൾക്ക് കഴിഞ്ഞിട്ട് ക്രിസി വീട്ടിനെ മനസ്സിലാക്കുകയാണ്, ക്വീനി എന്താക്കണ്ട് ഈ ആൻഡ്രൂവിനായിട്ട് എന്താ ഒരു ബന്ധമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. മീൻസ് അത് കഥയിൽ കറക്റ്റ് പറയുന്നില്ല കേട്ടോ. അതായത് ക്വീനി വീണ്ടും ഒളിച്ചോടുന്നുണ്ട്. അത് ആരുടെ കൂടെയാണ് എന്ന് കറക്റ്റ് അല്ല, ആൻഡ്രൂവിന്റെ കൂടെയാണ് എന്ന് നമുക്ക് അനുമാനിക്കാം. അപ്പോ അതെങ്ങനെ മനസ്സിലാവുന്ന വെച്ചാൽ ക്രിസിക്ക് ഒരു ലെറ്റർ ഇട്ടാണ് ക്വീനിന്റെ. പിന്നെ അങ്ങനെ ക്രിസി പോയി, ക്വീനി സ്റ്റാൻഡിന്റെ അടുത്ത് നിന്ന് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അതിനുശേഷം ക്വീനിക്ക് ക്രിസിന്റെ ഫാമിലിയായിട്ടോ സ്റ്റാൻഡിന്റെ ഫാമിലിയായിട്ടോ യാതൊരു ബന്ധമില്ലായിരുന്നു. അപ്പോ ഇതാണ് ഇതിന്റെ മൊത്തത്തിലുള്ള ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. കഥ അവസാനിക്കുന്നത് എങ്ങനെ വെച്ചാൽ ഒരു എപ്പിലോഗ് ആയിട്ടാണ്. അതായത് ക്രിസി ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ക്വീനിന്റെ ഡിസപ്പിയറൻസും ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് അവള് പറയുന്നുണ്ട്, ചില സമയത്ത് അവൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്വീനിയെ പോലെ ഒരാളെ ടൗണിലും ഷോപ്പിംഗ് മാളിലും ഒക്കെ എന്താക്കാറുണ്ട്, കാണാറുണ്ട്. ഏഹ് പക്ഷേ അവൾക്കറിയില്ല അത് അവളുടെ ഇമാജിനേഷൻ ആണോ അല്ല യഥാർത്ഥത്തിൽ ക്വീനിയെ പോലെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അവ ഇവർക്കൊക്കെ പ്രായമായിട്ടുണ്ട്. ഉം പിന്നെ അപ്പോ അവൾക്കാണ് ഇത് ഇവളുടെ ഇമാജിനേഷൻ ആണ്, അവൾക്ക് തോന്നുകയാണോ എന്നുള്ളതാണ്. പക്ഷെ ക്വീനിയെ പോലത്തെ ഒരാളെ ടൗണിന്റെ പല ഭാഗങ്ങളിലായിട്ട് കാണാറുണ്ട് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ ക്രിസി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കഥ അവസാനിക്കുന്നത്. അപ്പൊ ഇതിൽ ഓരോ ക്യാരക്ടേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഒന്നാമത്തെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ക്വീനിയാണ്, ലെന. ക്വീനി എന്ന് വിളിക്കപ്പെടുന്ന അത് ലെന എന്നാണ് അവരുടെ ഒറിജിനൽ നെയിം. അപ്പോ ഇവര് പറയുന്നത് ഇനീഷ്യലി എ ബ്യൂട്ടിഫുൾ കൈൻഡ് ആൻഡ് അഡ്മയർഡ് യങ് വുമൺ, ഷീസ് എ വിക്ടിം ഓഫ് സൊസൈറ്റൽ കൺസ്ട്രെയിൻസ് ആൻഡ് മാനിപ്പുലേറ്റീവ് ഹസ്ബൻഡ്സ്. ഹർ ടു ആക്ട്സ് ഓഫ് റണ്ണിംഗ് അവേ represent her desire for freedom and self-preservation, a rejection of the jails imposed upon her by class and abusive relationship. അപ്പോ ക്വീനി എന്ന് പറയുന്നത് ഇനീഷ്യലി എ ബ്യൂട്ടിഫുൾ കൈൻഡ് ആൻഡ് അഡ്മയർഡ് യങ് വുമൺ ആണ്. ആദ്യം കാണിക്കുന്നത് ഒരു നല്ല പോപ്പുലർ ആയിട്ടുള്ള നല്ല സുന്ദരി ആയിട്ടുള്ള ഒരു ഒരു കുട്ടിയായിട്ടാണ് ക്വീനിയെ കാണിക്കുന്നത്. പക്ഷെ അവൾ ഈ സൊസൈറ്റൽ കൺസ്ട്രെയിൻസിന്റെ, അവള് അക്കാഡമിക്കലി ബാക്കൗട്ട് ആയിരുന്നു, അപ്പോ അവള് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ്, സൊസൈറ്റിന്റെ മൈൻഡ് സെറ്റ്. അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മാനിപ്പുലേറ്റീവ് ഹസ്ബൻഡ്, ഇതിന്റെ ഒക്കെ ഒരു വിക്ടിമാണ് ക്വീനി എന്ന് പറയുന്നത്. രണ്ടു പ്രാവശ്യം അവൾക്ക് ഒളിച്ചോടേണ്ടി വരുന്നുണ്ട്. ഇത് ഈ ക്വീനിന്റെ എന്താ പറയാ, ഡിസയർ ഫോർ ഫ്രീഡം ആൻഡ് സെൽഫ് പ്രിസർവേഷൻ, സ്വന്തത്തിന് സംരക്ഷിക്കുക, അതേപോലെ തന്നെ ഫ്രീഡം, ഇതിനൊക്കെ വേണ്ടിയുള്ള അവളുടെ ആഗ്രഹം, അതിനെയാണ് കാണിക്കുന്നത്. ഇവൾക്ക് എന്താക്കാം,
സാധിക്കുന്നില്ല. ഈ കൺസ്ട്രെയിൻസിന്റെ ഉള്ളിൽ നിന്ന് ഒരു ജയിലിൽ കിടക്കണമാതിരി ജീവിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ക്യാരക്ടർ ക്രിസിയാണ്. ക്രിസി എന്ന് പറയുന്ന ഒരു ഒബ്സർവന്റ് ആണ്. അതായത് എല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പിന്നെ അതായത് ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്ന് കീനിന്റെ ലൈഫിനെ നോക്കി കാണുന്ന ഒരാളാണ് ക്രിസി. ഉം. അപ്പൊ ആദ്യം ഇവള് ക്രിസി ക്വീനിനെ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്തിരുന്നു. പിന്നെ അത് കുറച്ചുകൂടി കോംപ്ലക്സ് അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് മാറുന്നുണ്ട് അല്ലെ. അതായത് ആദ്യം സാധാ പോലെ ഇവള് ഭയങ്കര പോപ്പുലർ ആണ്, പിന്നെ ഭയങ്കര സുന്ദരിയാണ് എന്നുള്ള നിലക്കൊക്കെ അഡ്മയർ ചെയ്യുന്നുണ്ട്. അത് പതുക്കെ പതുക്കെ കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഇമോഷൻസിലേക്ക് മാറുന്നുണ്ട്. കുറച്ചും കൂടി ക്വീനിയെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ട് ഇവൾക്ക് ഇതൊക്കെ പറ്റിയെന്നുള്ളത്. പിന്നെ മൂന്നാമത്തെ മെയിൻ ക്യാരക്ടറാണ് സ്റ്റാൻ വോഗില. ഇത് പിന്നെ ക്വീനിന്റെ ഹസ്ബൻഡ്, അതായത് ക്വീനെ അലോപ്പ് ചെയ്യുന്ന ഹസ്ബൻഡ്. അത് ഒരു ട്രഡീഷണൽ പെട്രിയാർക്കൽ ഒപ്രസീവ് മെയിൽ ഫിഗറിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ആൻഡ്രൂ, ഒരു ഡെന്റൽ സ്റ്റുഡന്റ്. അപ്പൊ ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട തീംസ് എന്ന് പറയുന്നത് പിന്നെ സ്ത്രീകളുടെ ജീവിതവും അവരുടെ സൊസൈറ്റിയിൽ എക്സ്പെക്ടേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ പിന്നെ കോസി കൺട്രോള്, ഡൊമസ്റ്റിക് അബ്യൂസ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും പിന്നെ ഒരു PDF ഞാൻ അയച്ചു തരുന്നുണ്ട്. പിന്നെ മൊത്തത്തിലുള്ള, അതായത് നമ്മളെ ഇൻട്രൊഡക്ഷൻ ടു ദ വേൾഡ് ഓഫ് ലിറ്ററേച്ചറിന് മൊത്തത്തിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സിന്റെ ഒരു PDF ഞാൻ ഗ്രൂപ്പിൽ അയക്കുന്നുണ്ട്. ഗ്രൂപ്പ് എല്ലാവരും നോക്കണം കേട്ടോ. ഓക്കെ. അപ്പോൾ ഈ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വർക്ക്ഔട്ട് ചെയ്ത് വെക്കുക, ടെക്സ്റ്റ് വായിക്കുക.